മച്ചാമാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോണത് ഒരു പ്രത്യേകതരം ഫണ്ടാട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെന്ന് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോണ ഫണ്ടിന്റെ പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PNB MetLife. അതായത് 15 വർഷം കൊണ്ട് നമുക്ക് കോടിപതിയാവാം. ലോട്ടറി എടുക്കണ പോലത്തെ ഒരാളല്ല അത്. 15 വർഷം കൊണ്ട് നമുക്ക് 1/2 കോടി രൂപ സമ്പാദിക്കാം. വെറും 15,000 രൂപ മാസം അടയ്ക്കുക. 5 വർഷം 15,000 വെച്ച് അടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ 10ാമത്തെ വർഷം തൊട്ട് നമുക്ക് റിട്ടേൺസ് കിട്ടും. അപ്പൊ നിങ്ങക്ക് തോന്നുന്ന ഒരു ചിരിയാണ്, അല്ല സത്യമാണത്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് 5 വർഷം അടയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 15,000 × 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 ലക്ഷം രൂപയാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്. അത് കഴിഞ്ഞ് നമ്മളൊരു 10 വർഷം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 കോടി രൂപ, അതായത് 50 ലക്ഷം രൂപ. ഈ 50 ലക്ഷം രൂപയിൽ നമുക്കുള്ള ബെനിഫിറ്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 20 ലക്ഷം രൂപയുടെ ലൈഫ് ഇൻഷുറൻസ് ആയിരിക്കും കേട്ടോ. പിന്നെ ഈ 15,000 എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ മന്ത്ലി അടയ്ക്കാം, ക്വാർട്ടർലി അടയ്ക്കാം, പിന്നെ എന്താ പറയാ ഇയർലി ആയിട്ട് അടയ്ക്കാം. അതൊക്കെ നമ്മുടെ ചോയ്സ് ആണ്. അതിന് എന്താ പറയാ, നമുക്ക് ഏത് തരത്തിലാണ് നമ്മുടെ ഇൻകം കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് അടയ്ക്കാം. പിന്നെ 5 വർഷത്തിനുള്ളിൽ ഇടയിൽ നമുക്ക് വേണമെങ്കിൽ ബ്രേക്ക് ചെയ്യാം. 5 വർഷത്തിന് ശേഷം നമ്മുടെ റിട്ടേൺസ് നമുക്ക് തിരിച്ചെടുക്കാം. ഈ കാണുന്ന ഫെസിലിറ്റികൾ ഫുള്ള് ഉണ്ട് കേട്ടോ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻഷുറൻസ് ഇതൊരു എന്താ പറയാ ഒരു ഫണ്ട് പ്ലസ് ഈ ഫണ്ടാണ്. ഇത് നമുക്ക് ഗ്യാരണ്ടീഡ് റിട്ടേൺ ഉണ്ട്, നോൺ ഗ്യാരണ്ടീഡ് റിട്ടേൺ ഉണ്ട്. ഈ ഗ്യാരണ്ടീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിറ്റിയിലല്ല ഷെയർ ചെയ്യണത്, ഈക്വിറ്റിയിലല്ല നമ്മൾ ഷെയർ ചെയ്യണത്. അതായത് ഗ്യാരണ്ടീഡ് റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിങ് സെക്ടറിലൊക്കെ ആയിരിക്കും ഇവർ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം. പിന്നെ ഈ ഷെയറിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. ഈ 48-50 ലക്ഷം എന്നുള്ളത് ചിലപ്പോൾ 1 കോടി രൂപയാവും. ഇതെന്ന് പറഞ്ഞാൽ ഗ്യാരണ്ടീഡ് റിട്ടേൺ ആണ്. നമുക്ക് എന്തായാലും 15 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ 50 ലക്ഷം എന്നുള്ള കൺഫേം. ആ സമയത്ത് ഇതൊരു മ്യൂച്വൽ ഫണ്ട് അതുപോലെ ഒരു ഇക്വിറ്റിയിലൊക്കെ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് 50 എന്നുള്ളത് ചിലപ്പോൾ 30 ആവും. അതുപോലെ തന്നെ നമുക്ക് അന്നത്തെ റേറ്റിൽ ഷെയറിന്റെ എമൗണ്ട് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ 1 കോടി രൂപയാവും, 2 കോടി രൂപയാവും. അതൊക്കെ അന്നത്തെ മാർക്കറ്റ് വാല്യൂ അനുസരിച്ചിരിക്കും. ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു 5 വർഷം മുമ്പ് ഇതേപോലത്തെ ഒരു ഫണ്ടിൽ ജോയിൻ ചെയ്തതാണ്. അന്നത്തെ എന്റെ മുടക്ക് മുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 3 ലക്ഷം രൂപയാണ്. ഇന്നത്തെ എന്റെ റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ലക്ഷം രൂപയാണ്. 10 ലക്ഷം രൂപ എനിക്ക് റിട്ടേൺ കിട്ടി. അപ്പോ ഒരു 5 വർഷം മുമ്പ് ഞാൻ അത് ചേർന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കിന്ന് 10 ലക്ഷം നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ചേർന്നുകൊണ്ടാണ് നമുക്ക് ഇന്ന് 10 ലക്ഷം രൂപ കിട്ടിയത്. അപ്പോ നമുക്ക് ചിലർക്കും തോന്നും ഈ ഷെയറും കാര്യങ്ങളൊക്കെ ഭയങ്കര തട്ടിപ്പും വെട്ടിപ്പാണ്. അങ്ങനെയൊന്നല്ല. ചില ഷെയറുകളും കാര്യങ്ങളൊക്കെ കിട്ടുന്ന റിട്ടേൺസ് കിട്ടുന്ന ഷെയർസ് ഉണ്ട്. പിന്നെ ഞാൻ ഇതൊരു റെക്കമെൻഡേഷൻ വീഡിയോ ആയിട്ട് നിങ്ങൾ യാതൊരു റെക്കമെൻഡേഷൻ വീഡിയോയും കാര്യങ്ങളൊന്നും അല്ല. ഞാൻ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് പാസ് ചെയ്തു. ഇത്ര ഉള്ളോട്ടെ മച്ചന്മാരെ. അപ്പോൾ നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരായിട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.